ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പോഞ്ച് ദോശയുടെ റെസിപ്പിയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുടെ കൂടെ ഉഴുന്ന് ചേർക്കണില്ല. പിന്നെ അതേപോലെ തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർക്കണില്ല. നാച്ചുറലായിട്ട് തന്നെ ഫെർമെൻ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് സ്പോഞ്ച് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി പച്ചരി എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി അരി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ അരിയും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. അപ്പോൾ അരി കുതിരാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിലും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു 1 കപ്പ് അരിക്ക് 1/2 കപ്പ് അവിൽ, ഇതിനൊരു ബൗളിൽ 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവിലും കൂടെ നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ പച്ചരി എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും അവിലും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന അവിലും കൂടെ നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ വേണം. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ പച്ചമുളകും ഇഞ്ചിയും ദോശൻ്റെ കൂടെ അരക്കേണ്ടത് ദോശക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നമ്മളിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കണേ. ഉപ്പിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കണ്ടു, ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒഴിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതിനിപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മൾ ബാറ്റർ എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലിക്കൊക്കെ വെക്കുന്ന പോലെ തലേന്ന് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് എടുക്കില്ല. ഒരു 8-10 മണിക്കൂർ നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ദോശക്കും ഇഡ്ഡലിക്കും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരു 8-10 മണിക്കൂർ നല്ലൊരു ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ ബാറ്ററെല്ലാം പൊങ്ങി എൻ്റെ മൂടിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശ ഇടാൻ നേരത്ത് നമ്മുടെ ബാറ്റർ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവണം. അപ്പോൾ പൊങ്ങി വന്നിട്ടില്ല, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഫെർമെൻ്റ് ആയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ കുറച്ച് നേരം കൂടെ വെച്ച് നോക്കുക. എന്തായാലും ഒരു 10 മണിക്കൂർ നല്ല ചൂടുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ലൈറ്റ് ഇട്ടിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 80 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ അവനൊന്ന് ചൂടാക്കിയിട്ട് അപ്പോൾ തന്നെ ഓഫാക്കുക. പിറ്റേന്ന് ഒരു 8-10 മണിക്കൂർ അങ്ങനെ ഓവനകത്ത് വെക്കാം. തണുപ്പുള്ള സ്ഥലമാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. നാട്ടിലൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആയി വരും. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി ഈ ഫെർമെൻറ്റേഷനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നമുക്ക് പാകത്തിനാണോ നോക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഇത്തിരി പുളിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഉപ്പിൽ ചെറിയൊരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ദോശ ചുടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പാൻ ഒരു മീഡിയം ഹീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തണ്ട, കട്ടിയായിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മേൽഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഈ സൈഡും ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കാം. ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് 8-9 ദോശ ചുട്ടെടുക്കാൻ പറ്റും ഇതേ അളവിൽ. നല്ല ടേസ്റ്റുള്ള ദോശയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് അരക്കണമുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഉഴുന്നരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ദോശ ചമ്മന്തിയുടെ കൂടെ മാത്രമല്ല വേറെ ഇതുപോലെ മസാലക്കറി, ചിക്കൻ കറി, കുറുമ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടോ ദോശ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ഇടാതെ തന്നെ അതേപോലെ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലത്തെ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.